2025 ഏറ്റവും വലിയ കോമഡിയായി മാറിയിരിക്കുകയാണ് ഗ്ലോബ് സോക്കർ അവാർഡ്. ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ 2025 ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ റൊണാൾഡോയാണ്. അപ്പോൾ റൊണാൾഡോ ഇതിന് അർഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് ഗോൾ സ്കോറർ ഇങ്ങനൊരു അവാർഡാണ് കൊടുത്തിരുന്നതെങ്കിൽ 100% റൊണാൾഡോ അതിന് അർഹനായിരിക്കും. എന്നാൽ ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ റൊണാൾഡോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. കരീം ബെൻസിമയാണ് കുറച്ചുകൂടി റൊണാൾഡോയേക്കാൾ മികച്ചൊരു പെർഫോമൻസ് ആ ഒരു പീരീഡിൽ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഗോളൊക്കെ നേടിയിരുന്നു ശരിയാണ്, പക്ഷെ ട്രോഫീസ് ഇല്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു സീസൺ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അൽ നാസർ ഫിനിഷ് ചെയ്തത് 3ാമതാണ്. അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത് കരീം ബെൻസിമയ്ക്കായിരുന്നു. അപ്പോൾ ബെൻസിമയെ എടുത്തിട്ടില്ല, റൊണാൾഡോയാണ് എടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു 2025 റൊണാൾഡോ അൽ നാസറിനായിട്ട് കളിച്ചിട്ടുള്ള ഒരു കോമ്പറ്റീഷനിൽ റൊണാൾഡോയ്ക്ക് ഒരു ബെസ്റ്റ് പ്ലെയർ ആയി മാറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ റൊണാൾഡോയാണ് ആ ഒരു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് എന്നോട് ഞാൻ യോജിക്കുന്നില്ല. ടോപ്പ് സ്കോറർ ഒരു ബെസ്റ്റ് സ്കോറർ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു, പക്ഷേ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ടീം നാഷണൽ ടീം പോർച്ചുഗലാണ്. എങ്ങനെയാണ് പോർച്ചുഗൽ ആ ഒരു സ്ഥാനം, പോർച്ചുഗലിന് എങ്ങനെയാണ് അത് കിട്ടിയതെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം 2025 സ്പെയിൻ ഒരു മാച്ച് പോലും തോറ്റിട്ടില്ല. സ്പെയിനായിരിക്കണോ അത് ലഭിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരു മാച്ച് എന്താണ് തോറ്റിട്ടുള്ളത്, ഇംഗ്ലണ്ടിന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മൊറോക്കോ എടുത്തു കഴിഞ്ഞാൽ മൊറോക്കോ അറബ് കപ്പ് നേടിയിരുന്നു. നാഷൻസ് ലീഗ് നേടിയതുകൊണ്ടാണ് പോർച്ചുഗലിന് കൊടുത്തതെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. മൊറോക്കോയ്ക്ക് അറബ് കപ്പുണ്ട്. മൊറോക്കോയുടെ പെർഫോമൻസ് പോർച്ചുഗലിനേക്കാൾ മികച്ചതായിരുന്നു. പോർച്ചുഗൽ അവസാനത്തെ മാച്ച് ജയിച്ചിട്ടാണ് വേൾഡ് കപ്പിന് ക്വാളിഫൈ വരെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യമാണ് പോർച്ചുഗലിനുള്ളത്. അപ്പോൾ എങ്ങനെ പോർച്ചുഗലിന് കിട്ടി എനിക്കറിയാൻ വയ്യ. പിന്നെ ഇതൊക്കെ ഒരു ഫാൻസ് വോട്ട് ഉൾപ്പെടുന്ന ഒരു വോട്ടിംഗ് സിസ്റ്റമാണ്. 20% വോട്ട് വരുന്നത് ഫാൻസിൻ്റെ വോട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളും ഫാൻസ് ഉള്ള ടീമും ഒക്കെ ജയിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഫാൻസ് വോട്ട് ഇടുന്നതുകൊണ്ട് തന്നെ അവർക്കത് കിട്ടും. പിന്നെ ജൂറിയുടെ വോട്ടാണ് 80% എന്ന് പറയുന്നത്. അപ്പോൾ 80% ജൂറിയുടെ വോട്ടിൽ ജൂറീസിൽ പോലും ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന, പ്ലേയേഴ്സിനെ ഇഷ്ടപ്പെടുന്ന ഈ രാജ്യത്തിൽ നിന്ന് ഇപ്പോൾ പോർച്ചുഗലിൽ നിന്നുള്ള ആൾക്കാർ വരെ ജൂറിയിൽ കാണും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്കത് ഒരു 100% ഒരു ജെനുവിൻ ആയിട്ടുള്ള വോട്ടിംഗ് സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. ഏറെക്കുറെ എല്ലാ അവാർഡിലും ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഒരു ആരാധകരെ ഉൾപ്പെടുത്തുന്ന വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വെറും വേസ്റ്റ് ആണ്. എനിക്കതേ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്തു.